ഇപ്പോൾ ലൈസൻസ് ഉള്ള അത്യാവശ്യം നല്ലപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിരിക്കാം, ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിഗിനർ ആയിരിക്കാം. ആരുമായിക്കോട്ടെ, ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് ആ സീറ്റിലോട്ട് കയറി ഇരിക്കുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫണ്ടമെന്റൽസ് ഉണ്ട്. ഈ കാര്യങ്ങൾ എന്തിനാണ് അറിയുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ഓടിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവനും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതവും നമ്മുടെ കയ്യിൽ സേഫ് ആയിരിക്കും. നമ്മൾ ഒന്ന് റോഡിൽ ഇറങ്ങിയിട്ട് നോക്കുവാണെങ്കിൽ 2 തരത്തിൽ ഡ്രൈവ് ചെയ്യുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ഇടയ്ക്ക് നിൽക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, വേറെ 2 കൂട്ടരുണ്ട്. ഒന്നാമത്തെ ആൾക്കാരുടെ ഇങ്ങനെ ഇരിക്കും, അതായത് അവരുടെ കൈയുടെ പൊസിഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സ്ട്രെയിറ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഒരു കൂട്ടരുണ്ട്, സീറ്റ് മാക്സിമം കയറ്റാന്നതിന്റെ മാക്സിമം ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഓടിക്കും. കൈയുടെ ബെൻഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒട്ടും ഞാൻ കംഫർട്ടബിൾ അല്ല ഇരിപ്പില്ല. പിന്നെ ഇതിൽ എങ്ങനെ വേണം ഇരിക്കാനെന്ന് ചോദിച്ചാൽ, സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സീറ്റ് ഇങ്ങോട്ടും പുറകിലോട്ടും മുന്നോട്ടും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഏകദേശം മിഡിൽ പോർഷനിലായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഇടത്തെ കാല് ക്ലച്ച് പെഡലിൽ നല്ലപോലെ നമുക്ക് ക്ലച്ച് മൊത്തം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇപ്പം ഞാൻ ക്ലച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ ബോഡി താഴോട്ട് പോവാണ്. അതായത് എനിക്ക് ക്ലച്ച് ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് നല്ലപോലെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. സോ ഞാൻ ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഞാൻ കയറ്റുവാണ്. ഇനി സെയിം കാര്യം ഒന്നുകൂടെ നോക്കുന്നു, എനിക്ക് ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്താൻ പറ്റുന്നുണ്ടോന്ന്. ഇപ്പൊ എനിക്ക് ക്ലച്ച് പൂർണ്ണമായിട്ടും തന്നെ അമർത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ നോക്കേണ്ട ഒരു കാര്യം, ഒത്തിരി ഫ്രണ്ടിലോട്ടും ആയി പോലെ, അതായത് ഡാഷ് ബോർഡ് നമ്മുടെ കാലിൽ ഇടിക്കാൻ പാടില്ല. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാല്, നമ്മുടെ മുട്ടുകള് ഇതിൽ ഇടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലച്ചും ബ്രേക്കും ഒന്നും തന്നെ അമർത്താൻ പറ്റില്ല. അതേസമയം ഒത്തിരി നമ്മൾ പുറകിലോട്ടാണെങ്കിൽ നമ്മുടെ കാലിന്റെ മുട്ടിന് ബെൻഡ് കാണത്തില്ല. അപ്പോൾ ഒരു ഇടിയൊക്കെ നടക്കുവാണെങ്കിൽ നമ്മുടെ മുട്ടെല്ലാം ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സീറ്റ് ഒത്തിരി പുറകിലോട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ കാലിന് വരുന്ന ബെൻഡ് ഒട്ടും തന്നെ ബെൻഡ് കാണത്തില്ല. നിങ്ങൾക്ക് ഇപ്പൊ നോക്കി അറിയാം. ഇപ്പം എന്റെ കാലില് ബെൻഡ് നിങ്ങൾക്ക് ഇച്ചിരി കാണുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല്, ഈ കാറിന്റെ സീറ്റിന് അല്പം പൊക്കമുണ്ട്. മാത്രമല്ല എനിക്ക് ഇച്ചിരി പൊക്കം കൂടെ കുറവായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബെൻഡിന്റെ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാത്തത്. സീറ്റിന്റെ ഹൈറ്റ് ഒക്കെ കുറഞ്ഞ ഒരു കാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിന് ഒട്ടും ബെൻഡ് കാണത്തില്ല. അങ്ങനെയുള്ള കാറിലൊക്കെ ആയിരിക്കുമ്പോഴേക്കും നമ്മുടെ കാല് നേരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു ഇടിയൊക്കെ വന്നാൽ നേരെ കാല് ഒടിയാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. ഒരു ഇടി ഇപ്പൊ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കാലിന്റെ ഈ പോർഷൻ ആയിരിക്കും ബ്രേക്ക് ആകുന്നത്. അതുപോലെ തന്നെ ഇടിയുടെ ആക്കനുസരിച്ച് ഇവിടം പോകാം. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ഇടിയൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഏണ് വരെ പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തായിട്ട് നോക്കേണ്ടത് നമ്മുടെ ബാക്ക് റെസ്റ്റ് ആണ്. ബാക്ക് റെസ്റ്റ് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരുന്നതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കൈകൾ സ്റ്റിയറിംഗിന്റെ മേളിലോട്ട് വെച്ച് നോക്കുക. സ്റ്റിയറിംഗിന്റെ മേളിൽ കൈ ഈ ഒരു പൊസിഷനിൽ വേണം ഇരിക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് നോക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്റെ ബാക്ക് റെസ്റ്റും എന്റെ ബാക്കുമായിട്ടുള്ള അകലം എത്ര മാത്രം ഉണ്ടെന്ന്. സോ ഞാൻ എന്റെ ബാക്ക് റെസ്റ്റ് ഇച്ചിരിയുടെ ഫ്രണ്ടിലോട്ട് ആക്കണം. സോ ഒത്തിരി ഇങ്ങനെ ആയി പോലെ നമ്മൾ നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ പിന്നെ നോക്കുക, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എന്റെ 2 റെസ്റ്റും എനിക്ക് സ്റ്റിയറിംഗിന്റെ മുകളിൽ വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു പൊസിഷനിൽ വേണം നമ്മുടെ ബാക്ക് റെസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി വേറൊരു സംഭവം ബാക്ക് റെസ്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറയാനുള്ളതാണ് ഹെഡ് റെസ്റ്റ്. ഹെഡ് റെസ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ, ഹെഡ് റെസ്റ്റ് നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിടുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഹെഡ് റെസ്റ്റ് എന്നാണ്. ഓക്കെ, അതൊരു കാര്യമാണ്. എന്നാലും ഹെഡ് റെസ്റ്റിന്റെ മെയിൻ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കുള്ള അപകടങ്ങളെ ഒഴിവാക്കാനായിട്ടുള്ളൊരു സാധനമാണ് ഈ ഹെഡ് റെസ്റ്റ്. എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഹെഡ് റെസ്റ്റ് നമ്മുടെ തലയ്ക്ക് ഒപ്പം തന്നെ, അല്ലെങ്കിൽ തലയ്ക്ക് കുറച്ച് മേളിലായിട്ട് നിൽക്കാനായിട്ട് നോക്കുക. അതായത് ഒരു പൊക്കമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പൊ എനിക്കിതിനും പൊക്കമില്ല അതുകൊണ്ടാണ് മനസ്സിലാകാത്തത്, പൊക്കമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഇവിടുന്ന് മാറ്റാൻ നമുക്ക് മനസ്സിലാകും. നമ്മുടെ നെക്കിന്റെ ഒക്കെ താഴെയായിട്ട് ഹെഡ് റെസ്റ്റ് വരുമെന്ന് വെച്ചു, ഒത്തിരി പൊക്കമുള്ള ആൾക്കാർ. അപ്പം പുറകിൽ നിന്നൊക്കെ ഒരു ഇടി കിട്ടിയാൽ എന്ത് സംഭവിക്കും? തല നേരെ പുറകിലോട്ട് പോകും, നമ്മുടെ കഴുത്ത് ഒടിയും. സോ അതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ടാണ്, അത് ഇങ്ങനെ പോവാതിരിക്കേണ്ടതാണ് ഹെഡ് റെസ്റ്റിന്റെ ഉപയോഗം. സോ നമ്മുടെ ഹെഡ് റെസ്റ്റും പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത സംഭവം സ്റ്റിയറിംഗിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സ്റ്റിയറിംഗ് ഇപ്പൊ നമുക്ക് നല്ലപോലെ ഫ്രണ്ടിലോട്ട് വ്യൂ കിട്ടുന്ന പോലെ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണെങ്കിൽ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് സ്റ്റിയറിംഗിൽ കൈ പിടിക്കേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് 10-2 അങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പിടിക്കില്ല. പകരം നമ്മൾ 9-3, അതായത് ഇതിന്റെ അടുത്തായിട്ട് തന്നെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, നമുക്ക് ബട്ടൺസിലോട്ട് നല്ല ആക്സസ് കിട്ടും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ആക്സിഡന്റ് നടന്നാല് എയർ ബാഗിന് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒരു തടസ്സമാവത്തില്ല. അതേസമയം നമ്മൾ ഈ 10-2 പിടിച്ചാൽ നമ്മുടെ കയ്യിൽ വന്ന് ഇടിക്കാനായിട്ട് നമ്മുടെ കൈ ഇങ്ങനെ പോയിട്ട് നമുക്ക് കൂടുതലായിട്ട് ആക്സിഡന്റിൽ എന്തെങ്കിലും പറ്റാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സ്റ്റിയറിംഗ്
9-3 എന്ന് പിടിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ പിന്നെ വേറൊരു പ്രയോജനം എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല പോലൊരു പ്ലേ കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് എന്റെ കൈ അധികം ലോക്ക് ആവാതെ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല പോലെ തന്നെ സ്റ്റിയറിംഗ് തിരിക്കാനും കൂടെ പറ്റും. നമ്മൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നതില്. അതായത് സീറ്റ് ബെൽറ്റ് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മളിത് ഇതിങ്ങനെ ഇച്ചിരി വലിച്ചു വെക്കും. നമുക്ക് ഇച്ചിരി കംഫർട്ടബിൾ ആവാനായിട്ടാണ് നമ്മൾ വലിച്ചു വെക്കുന്നത്. കാരണം നമുക്ക് ഇതിങ്ങനെ ഇറുകി കിടക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. സോ നമ്മൾ ഇച്ചിരി ഇങ്ങനെ വലിച്ചു വെക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യല്ലേ. ഇങ്ങനെ വലിച്ചു വെക്കുന്നതിന് പകരം ഇത് നല്ല പോലെ ടൈറ്റ് ആക്കിയിട്ട് മേളിലോട്ട് അങ്ങ് വലിച്ചു വെച്ചേക്കുക. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് ഇൻ കേസ് വന്നാൽ ഇത് നമുക്കറിയാലോ സീറ്റ് ബെൽറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നത്. ഒരു സഡൻ ആയിട്ടൊരു വലിവാണ് അവിടെ വരുന്നത്. നമ്മൾ ഇത് അയച്ചിടുവാണെങ്കിൽ ആ ഒരു വലിവ് ഉണ്ടാവാനായിട്ട് ഇച്ചിരൂടെ നേരം എടുക്കും. ഇങ്ങനെ അയച്ചിട്ടേക്കുമ്പോൾ ഞാൻ ഇവിടെ വരെ വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ സീറ്റ് ബെൽറ്റ് ലോക്ക് ആവുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം ഇത് മേളിലോട്ട് നല്ലപോലെ ലോക്ക് ചെയ്ത് വെക്കാൻ നോക്കുക. ഇത്രയും ഫണ്ടമെന്റൽസ് നോക്കിയാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സേവ് ചെയ്യാം. അതിലുപരി ഈ ഒരു ഫണ്ടമെന്റൽ അറിഞ്ഞു വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് കുറച്ചുകൂടെ കെയർഫുൾ ആക്കാം. ഈ മാത്രമല്ല നിങ്ങളുടെ ഡ്രൈവിംഗ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും, സേഫ് ആയിരിക്കും. ഇനി അടുത്തൊരു പുതിയ വീഡിയോയിലൂടെ കാണുന്നവരെ